ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ലാസ്റ്റ് സെഷനിലേക്ക് കയറുകയാണ്. മൾട്ടിപ്ലയേഴ്സ്, അതായത് നമ്മൾ വോൾട്ടേജ് ഡബിളറും വോൾട്ടേജ് ട്രിപ്ലർ സർക്യൂട്ടുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഡബിൾ കിട്ടുക, ട്രിപ്പിൾ കിട്ടുക, ക്വാഡ്രപ്പിൾ കിട്ടുക, അതൊക്കെയാണ് എന്ത് മൾട്ടിപ്ലയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്ലയർ സർക്യൂട്ട് നമ്മുടെ ഈ മോസ്കിറ്റോ ബാറ്റ് ഇല്ലേ, മോസ്കിറ്റോ ബാറ്റിനകത്ത് ഈ വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ടാണ്. അതായത് ഹൈ വോൾട്ടേജ് ആണ്, പക്ഷെ കറണ്ട് എന്തായിരിക്കും, കുറവായിരിക്കും, ലോ കറണ്ട് ആയിരിക്കും ഉള്ളത്. നമ്മുടെ CRTയിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാറായിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഡബിള്, ട്രിപ്പിള്, ക്വാഡ്രപ്പിളൊക്കെ നമുക്ക് ഔട്ട്പുട്ട് DC വോൾട്ടേജ് കിട്ടും, പക്ഷേ കറണ്ട് വാല്യൂ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഇതൊരു ഡബിളർ സർക്യൂട്ടാണ്. ഇപ്പോൾ ഇത് രസമാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നിങ്ങൾ ഇതിൻ്റെ സൈൻ ബാക്കിയൊന്നും നോക്കണ്ട, ഞാൻ പറയുന്ന ഒരു പോയിന്റിൽ മാത്രം നോക്കിയാൽ മതി. പോസിറ്റീവ് ഹാഫ് സൈക്കിളാണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എന്തായി മാറും, കണ്ടക്ട് ചെയ്യുമല്ലോ. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യും, T2 ഒരിക്കലും കണ്ടക്ട് ചെയ്തില്ല. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കൊണ്ട് ഈ കപ്പാസിറ്റർ C1 എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു. എവിടം വരെ ചാർജ് ചെയ്യുന്നു, VM വരെ ചാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. അപ്പോൾ ഇത്രയും ഓക്കെ ആയല്ലോ. ഇനി അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ഒരിക്കലും കണ്ടക്ട് ചെയ്യത്തില്ല, D2 കണ്ടക്ട് ചെയ്യാൻ പോകുന്നു. കാരണം ഇത് മൈനസ്, ഇത് പ്ലസ് എന്നായി. അപ്പോൾ ഈ D2ൻ്റെ ഇവിടെ മൈനസ് കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി, ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഉടനെ എന്താ സംഭവിച്ചേക്കുന്നത്, ഇവിടെ VM ഉണ്ട്, ഇവിടെ ഈ ഇൻപുട്ടിലും VM ഉണ്ട്, VM വരെ ചാർജ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഈ കപ്പാസിറ്ററിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് വരും, 2VM എന്ന് പറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? ഈ കപ്പാസിറ്ററിൽ എത്ര വരെ ചാർജ് ചെയ്യും, കാരണം ഇത് ഓൾറെഡി ഇതൊരു DC സോഴ്സ് പോലെ ആക്ട് ചെയ്യാണ്. ഇത് VM വരെ ചാർജ് ചെയ്തിട്ടിരിക്കുകയാണ്, ഇതും VM വരെ ചാർജ് ചെയ്യാം. അപ്പം VM വരെ വരാം. എപ്പോഴും കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കപ്പാസിറ്ററിനെ നമ്മളൊരു 6 വോൾട്ടേജ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത എന്താണ്, 6 വോൾട്ട് വരെ ചാർജ് ചെയ്യാനുള്ള ടെൻഡൻസി അത് കാണിക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ കപ്പാസിറ്ററിനെ നമ്മളൊരു 16 വോൾട്ടേജ് കാണിക്കുകയാണെങ്കിൽ 16 വോൾട്ട് വരെ ചാർജ് ചെയ്യാനുള്ള ടെൻഡൻസി ആര് കാണിക്കും, കപ്പാസിറ്റർ കാണിക്കും. കപ്പാസിറ്ററിൻ്റെ ലേക്ക് ചെല്ലുന്ന ഒരു വേരിയിങ് സിഗ്നലാണെന്ന് വിചാരിച്ചു. അതായത് 0, 1, 2, 3, 4, 5, 6, അതിനുശേഷം 5, 4, അങ്ങനത്തെ ഒരു വേരിയിങ് ആണെന്ന് വിചാരിച്ചു. അതിലെ മാക്സിമം വാല്യൂ എത്ര, 6 അല്ല ഞാൻ പറഞ്ഞേ. ആ 6 വരെ ചാർജ് ചെയ്യാനേ കപ്പാസിറ്റർ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ ഡിസ്ചാർജ് ചെയ്യുന്നത് എന്താ, അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് ഡിസ്ചാർജിങ് പാത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ കപ്പാസിറ്ററിനകത്ത് ആ ചാർജ് നിലനിൽക്കുമെന്നാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ VM എന്ന് പറയുന്നത് കപ്പാസിറ്ററിൽ VM തന്നെ ഇരിക്കും. ഈ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് ഇതുവരെ ചാർജ് ചെയ്യും. ഇവിടെ മാക്സിമം വോൾട്ടേജ് VM ആണ്, ഇവിടുത്തെ വോൾട്ടേജ് VM ആണ്. അപ്പോൾ 2VM വരെ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. മനസ്സിലായോ? അപ്പം ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2VM ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ കപ്പാസിറ്റർ VM വരെ ചാർജ് ചെയ്യുന്നതിന് കാരണം എന്താണ്, D1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയ സമയത്ത് അപ്പോൾ VM വരെ ചാർജ് ചെയ്തു. അതിനുശേഷം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോഴത്തേക്കാണ് D2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ് ആയത്. അപ്പോൾ ഈ കപ്പാസിറ്റർ നോക്കുമ്പോൾ ഉടനെ ഇവിടെ എത്ര വോൾട്ടേജ് ആണുള്ളത്, ഈ കപ്പാസിറ്ററിൻ്റെ തൊട്ട് VM എന്നൊരു വോൾട്ടേജ് വരെയാണോ മാക്സിമം വരാൻ പോകുന്നത്, അല്ല, ഈ VM ഉണ്ട്, ഈ VM ഉണ്ട്. അപ്പോൾ 2VM വരെ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താണ്, VM വരെ എന്നുള്ള പ്ലസ് മൈനസ് വരാൻ കാരണം എന്താണ്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, ഡയോഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്ററിങ് കറണ്ട് പോസിറ്റീവ്, എൻ്ററിങ് പോയിന്റ് പോസിറ്റീവ്, ലീവിങ് പോയിന്റ് നെഗറ്റീവ്. എന്നാൽ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതല്ലേ ഡയോഡ് നമ്മളെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്ററിങ് പോയിന്റ് പോസിറ്റീവ്, ലീവിങ് പോയിന്റ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടി, 2VM കിട്ടി. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ -2VM എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് പറ്റും, D2 കണ്ടക്ട് ചെയ്യത്തില്ല, D1 കണ്ടക്ട് ചെയ്യത്തില്ല. അതായത് ഈ ചാർജ് അവിടെ തന്നെ നിലനിൽക്കും. മനസ്സിലായി പറഞ്ഞേ, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാനും പോകുന്നില്ല. അപ്പം ഈ ചാർജസ്, ഈ C1 എന്നുള്ളത് VM ആയിരിക്കും, C2 എന്നുള്ളത് 2VM തന്നെ ഈ ചാർജ് ചെയ്തിട്ട് നിലനിൽക്കും. മനസ്സിലായി പറഞ്ഞേ. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഡബിളർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത വോൾട്ടേജ് ട്രിപ്പിളറും ക്വാഡ്രപ്പിളറും ചെയ്യുന്നത് ഈ ഒരൊറ്റ സർക്യൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് വെച്ച് നമുക്ക് ഡബിളർ ഉണ്ടാക്കാം, അതേപോലെ തന്നെ ക്വാഡ്രപ്പിളറും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടക്കം തൊട്ട് തുടങ്ങാം. അതായത് ഈ ഒരു D1, ഇപ്പോൾ D1 എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണോ ചാർജ് ചെയ്യാൻ പോകുന്നത്, നെഗറ്റീവ് ഹാഫ് സൈക്കിളാണോ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ പോകുന്നത്,
ഇത് P2 പോസിറ്റീവ് N2 നെഗറ്റീവ് ആണ്. അപ്പോൾ അതേത് ഹാഫ് സൈക്കിളാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ചാർജ് പോകുന്നത്? ഇങ്ങനെയല്ല ചാർജ് പോകുന്നത്. അപ്പോൾ എൻ്ററിങ് പോയിന്റ് പോസിറ്റീവ്, ലീവിങ് പോയിന്റ് നെഗറ്റീവ്. അപ്പോൾ പ്ലസ് മൈനസ്, അപ്പോൾ VM. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചാർജ് പോയി. അപ്പോൾ VM വരെ ഇത് ചാർജ് ചെയ്തു. C1ൻ്റെ അകത്ത് VM വരെ ചാർജ് കയറി. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ D2 കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ D2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഉടനെ എന്ത് പറ്റും? ഈ D2 എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉടനെ അതിൻ്റെ ഇൻപുട്ടിൽ കിട്ടുന്ന വോൾട്ടേജിൻ്റെ മാക്സിമം എത്രയാണ്? ഈ VM ഉണ്ട്, അതേപോലെ തന്നെ ഈ VAയുടെ VM ഉണ്ട്. അപ്പോൾ എത്ര വരും? 2VM വരും. അപ്പം ഇതെന്തായി മാറി? 2VM ആയിട്ട് മാറി. മനസ്സിലായോ? ഈ C1ൻ്റെ ചാർജും വരുന്നുണ്ട്, ഈ VAയുടെ ചാർജും വരുന്നുണ്ട്. അപ്പം VM പ്ലസ് VM 2VM വരെ ചാർജ് ചെയ്തു. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് വരാൻ കാരണം? ഈ ഡയോഡ് ഓൺ ആയപ്പോഴല്ലേ ചാർജ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് ചാർജ് കണ്ടക്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ചാർജ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ എൻട്രിങ് പോയിന്റ് പോസിറ്റീവ്, ലീവിങ് പോയിന്റ് നെഗറ്റീവ്. അപ്പോൾ 2VM. ഓക്കെ, അപ്പം ഈ കപ്പാസിറ്റർ C2 അക്രോസ് 2VM വന്നു. ഇനി അടുത്ത കേസിൽ, അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, സെക്കൻഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D3 കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ D3 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉടനെ ഈ C3യിൽ എത്ര വോൾട്ടേജ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഒരു സർക്യൂട്ടിനെ നോക്കണം. അതായത് VM മൈനസ് VM. അപ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. ദെൻ ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് അറിയത്തില്ല. ഇവിടുത്തെ വോൾട്ടേജ് X ആണെന്ന് വിചാരിച്ചു. അപ്പം മൈനസ് X പ്ലസ് 2VM ഈക്വൽ ടു 0. അപ്പോൾ എന്താ മിച്ചമുള്ളത്? VM ക്യാൻസൽ ആയി പോയില്ലേ. ഇവിടെ X, ഇവിടെ എന്തായി മാറി? 2VM. അപ്പോൾ 2VM വരെ ആയിരിക്കും ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇങ്ങനെ നിങ്ങളൊരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഫുൾ ലൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത്? VM മൈനസ് VM. അപ്പോൾ എന്തായിപ്പോയി? ഇത് 0 ആയിപ്പോയി. ദെൻ ഇവിടുത്തെ നമുക്ക് X ആണെന്ന് വിചാരിച്ചു. അപ്പോൾ മൈനസ് X. കാരണം ഇങ്ങനെയാണ് ചാർജ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഡയോഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് ചാർജ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് പോസിറ്റീവ്, എൻഡിങ് പോയിന്റ് നെഗറ്റീവ്. അപ്പോൾ പ്ലസ് മൈനസ് ആണ് നമുക്കറിയാം. മൈനസ് X, ഇവിടെ എന്താണ്? പ്ലസ് 2VM ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് X പ്ലസ് 2VM ഈക്വൽ ടു 0 എന്ന് മിച്ചം വരും. അപ്പോൾ അവസാനം X ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2VM എന്ന് കിട്ടി. അപ്പോൾ ഇത് 2VM കിട്ടി. ഓക്കെ, ഇനി അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു? D2 അതേപോലെ തന്നെ D4 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? C3 എന്ന് പറഞ്ഞ കപ്പാസിറ്ററും C4 എന്ന് പറഞ്ഞ കപ്പാസിറ്ററും ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ C4 എവിടം വരെ ചാർജ് ചെയ്യും? C4 എവിടം വരെ ചാർജ് ചെയ്യുന്ന അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൂപ്പ് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ ലൂപ്പിന്റെ പ്രത്യേകത VM മൈനസ് VM മൈനസ് 2VM. ഇവിടുത്തെ നമുക്ക് അറിയത്തില്ല X, അതേപോലെ തന്നെ പ്ലസ് 2VM ഈക്വൽ ടു 0 എന്ന് വരും. നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ ഇവിടെ എന്താ വരും? മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് വരും. അപ്പോൾ നമുക്ക് ഒടുവിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 2VM വരെയാണ് ചാർജ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് ഈ ഇത്രയും നമ്മൾ എടുക്കുമെന്ന് വിചാരിച്ചു. ഈ പോയിന്റിനും അക്രോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2VM കിട്ടും. ദാറ്റ് മീൻസ് വി ഗോട്ട് എ ഡബ്ലർ ദർ. ഇനി ഈ പോയിന്റിനും അക്രോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? VM 2VM 3VM കിട്ടത്തില്ലേ? വി ഗോട്ട് എ ട്രിപ്ലർ ദർ. ഓക്കെ, ദെൻ ഈ പോയിന്റിനും അക്രോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2VM പ്ലസ് 2VM എത്ര കിട്ടി? 4VM. വി ഗോട്ട് എ ക്വാഡ്രപ്പിൾ ദർ. ഓക്കെ, അപ്പം നമുക്ക് ഡബിളർ കിട്ടി, ക്വാഡ്രപ്പിളർ കിട്ടി, ട്രിപ്പിളർ കിട്ടി. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഒരൊറ്റ സർക്യൂട്ടിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ കേസിൽ D1 ചാർജ് ചെയ്യുന്നു. അപ്പോൾ അതേത് ഹാഫ് സൈക്കിളാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. അപ്പം ഇങ്ങോട്ട് ചാർജ് ഒഴുകുന്നു, പ്ലസ് മൈനസ് VM. അതൊക്കെ. ദെൻ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ D2 കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങളിവിടെ X സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2VM എന്ന് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പോൾ മൈനസ് VM പ്ലസ് X ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഉടനെ ഇത് 2VM എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളിത് അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഓരോ ലൂപ്പിൽ നമുക്ക് X വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ VM നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ഹാഫ് സൈക്കിൾ D3 എന്ന് പറഞ്ഞ ഹാഫ് സൈക്കിളിൽ എന്ത് പറ്റി? C3 എവിടം വരെ ചാർജ് ചെയ്തു? 2VM വരെ ചാർജ് ചെയ്തു. അടുത്ത ഹാഫ് സൈക്കിളിൽ D4 എന്ത് ചെയ്തു? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ C4 എവിടം വരെ ചാർജ് ചെയ്യാൻ തുടങ്ങി? 2VM വരെ ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങി. D4ന്റെ സൈൻ ഇങ്ങനെയല്ലേ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങോട്ട് കറണ്ട്. അപ്പോൾ എൻറ്ററിങ് പോയിന്റ് പോസിറ്റീവ്, ലീവിങ് പോയിന്റ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡബിളർ കിട്ടി, ട്രിപ്പിളർ കിട്ടി, ക്വാഡ്രപ്പിളർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഇപ്പം ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു,
നാല് ഡയോഡ്സ് അത് എന്ത് ചെയ്യുന്നു, D1, D2, D3, D4 കണക്ട് ചെയ്യുന്നു. ദെൻ C1, C2, C3, C4 കണക്ട് ചെയ്യുന്നു. C1നും C3ക്കും അക്രോസ് നമുക്ക് ട്രിപ്ലർ കിട്ടുന്നു. C1നും അക്രോസ് നമുക്ക് C2ന് അക്രോസ് നമുക്ക് എന്ത് കിട്ടുന്നു, ഡബ്ലർ കിട്ടുന്നു. അതേപോലെ തന്നെ C2നും C4നും അക്രോസ് നമുക്ക് എന്ത് കിട്ടുന്നു, ക്വാഡ്രപ്ലർ കിട്ടുന്നു. സോ താങ്ക് യു. That's how we ended the semester 1. We will discuss more about the problem sections in the next class, and also we have revisions in the forthcoming sessions. Okay, thank you. Let the journey of knowledge never ends. So thank you. Stay happy. Bye.